ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി പുറത്തു വരികയാണ്. കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിലെത്തിയതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും വീട്ടിലെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും ചേർന്ന് ഉപഹാരം നൽകുന്നതും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ ചിത്രം പുറത്തു വരുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയും രാജു എബ്രഹാം റാന്നി MLAയുമായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളും പ്രജിത് മോഹൻ നൽകും. പ്രജിത്ത്, ഇന്നലെ ഈ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുടെ ഈ വാർത്തയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും അയാളുടെ വീട്ടിൽ പോയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ കടകംപള്ളി പിന്നീട് തെളിവുകൾ തനിക്കെതിരാകുന്നു എന്ന ഘട്ടമാകുമ്പോൾ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ രാജു എബ്രഹാം, മുൻ റാന്നി MLAയും ഇപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയുമൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെട്ട പടങ്ങളാണല്ലോ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പിറന്നാൾ ദിവസം അവിടെ എത്തുകയും ഉപഹാരം കൈമാറുകയും ചെയ്ത രീതിയിലേക്ക് ഈ പറയുന്ന CPMന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കൈമാറുകയും ചെയ്ത രീതിയിലേക്ക് ഈ പറയുന്ന CPMന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ പോകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ അത്രയധികം പ്രാധാന്യമുള്ള ആൾ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ ചിത്രങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കാര്യമായിട്ടുള്ള ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ അത് മാറ്റി പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല. നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്തെ കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് താൻ നൽകിയിട്ടുണ്ട് എന്ന് ഒടുവിൽ കടകംപള്ളി സമ്മതിക്കേണ്ടി വന്നു. അതിനുശേഷം മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇതൊരു കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. അത് ഔദ്യോഗികമായി പോയതാണ്, തൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം മാറ്റി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിൻ്റെ ഈ പിറന്നാൾ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ പിറന്നാൾ ചടങ്ങ് ഒരു കുട്ടിയുടെ ചടങ്ങായി തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്കൊക്കെ കടകംപള്ളി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരുന്നു. അപ്പോൾ കടകംപള്ളി പറയുന്ന കാര്യങ്ങളിൽ സർവത്ര ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല പിന്നീട് തെളിവുകൾ പുറത്തു വരുമ്പോൾ പറയുന്നത് എന്നുള്ളതുമുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് റാന്നി MLA ആയിട്ടുള്ള ഇപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജു എബ്രഹാമും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CPMലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ളതിനുള്ള കൂടുതൽ തെളിവുകളാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ വ്യക്തിയാണ് എങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിൻ്റെ ചടങ്ങിന് ഇത്ര പ്രധാനപ്പെട്ട അന്നത്തെ ദേവസ്വം മന്ത്രിയും അന്നത്തെ ഒരു MLAയും അടക്കമുള്ളവർ അവിടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളുടെ ചിത്രങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടിക്കാഴ്ചയിലൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതേ നേതാക്കൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇന്ന് ഭരണപക്ഷവും സഭയിൽ പറഞ്ഞതാണ് ആരുടെയൊക്കെ ചിത്രങ്ങൾ ഇനി പുറത്തു വരുമെന്ന് എല്ലാവരും കാത്തിരുന്നോളൂ എന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിനൊരു മുന്നറിയിപ്പായി ഭരണപക്ഷം ഇന്ന് സഭയിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത്തരം ചിത്രങ്ങൾ ഇനി പുറത്തു വരാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. ഗൗതം, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള അടുത്ത ബന്ധത്തിനുള്ള തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നു. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വട്ടം രഹസ്യമായി ചോദ്യം ചെയ്ത് പറഞ്ഞുവിട്ട കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ഇനി ചോദ്യം ചെയ്യുമോ? ഈ സ്വർണ്ണക്കവർച്ച കേസിലെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുമോ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട EDയുടെ വലയിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഏത് നടപടിയിലേക്ക് തിരിയും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കടകംപള്ളിക്ക് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ED എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കടകംപള്ളി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴിയടക്കം ED പരിശോധിക്കും എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ പുറത്തു വരുന്നതും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കടകംപള്ളി സുരേന്ദ്രൻ മാറ്റി പറയുന്നതും. ഗൗതം, ഓക്കെ, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള CPM നേതാക്കളുടെ, പ്രത്യേകിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയും മുൻ റാന്നി MLAയും CPMന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള
രാജു എബ്രഹാമിൻ്റെയും ഒക്കെ ബന്ധം ദൃഢമായി തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഇരുവരും പോറ്റിയുടെ വീട്ടിലെത്തിയതിനു ശേഷം അച്ഛന് പിറന്നാൾ ഉപഹാരം നൽകുന്നതിൻ്റെയും, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ രാജു എബ്രഹാമിനും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെയുള്ള വളരെ ശക്തമായ ബന്ധത്തിൻ്റെ ആഴം കൃത്യമായിട്ട് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പ്രജിത് മോഹനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.